Good morning, students. Today we will continue the chapter building materials. Building materials. Now we discuss brick. Brick. Bricks are obtained by molding brick earth into rectangular blocks of uniform size, shape, and then drying and burning these blocks. അതായത് ബ്രിക്ക് എർത്ത് അഥവാ ക്ലേ ക്ലേ ഇതിനെ ഒരു യൂണിഫോം സൈസ് ആൻഡ് ഷേപ്പ് യൂണിഫോം സൈസിലും ഷേപ്പിലും മോൾഡ് ചെയ്യുന്നതാണ് നമ്മുടെ ബ്രിക്ക് എന്ന് പറയുന്നത്. ബ്രിക്ക് എർത്തിനെ അല്ലെങ്കിൽ ക്ലേയെ ഒരു യൂണിഫോം സൈസിലും ഷേപ്പിലും മോൾഡ് ചെയ്യും. അതോടൊപ്പം തന്നെ അതിനെ ഡ്രൈയിങ് ചെയ്യും ആൻഡ് ബേണിങ് ചെയ്യും. അതിനെ ഉണക്കിയിട്ട് മോൾഡ് ചെയ്ത ബ്രിക്ക് എർത്തിനെ ഉണക്കുകയും അതിനെ ചുടുകയും ചെയ്തിട്ട് ലഭിക്കുന്ന ഉൽപ്പന്നമാണ് ഏത് ബ്രിക്ക്. As bricks are uniform size, ബ്രിക്കുകൾ യൂണിഫോം സൈസ് നമ്മൾ പറഞ്ഞു. So they can be properly arranged and further as they are light in weight, no lifting appliance is required for them. അത് ഒരേ ആകൃതി ഒരേ ഷേപ്പിലും ഒരേ അളവിലും ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പാക്കിങ് അടുക്കി വെക്കാൻ അറേഞ്ച് ചെയ്യാൻ സൗകര്യമാണ്. നന്നായിട്ട് അട്ടി വെക്കാൻ സൗകര്യമാണ്. അതുപോലെ തന്നെ അതിന് വെയിറ്റ് വളരെ കുറവാണ്. സാധാരണ സ്റ്റോണിനെ അപേക്ഷിച്ച് നമ്മുടെ ബ്രിക്കിന് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഈസിയാണ്. അതിന് ലിഫ്റ്റിംഗ് അപ്ലയൻസിന്റെയും ആവശ്യമില്ല. The common brick is one of the oldest building material and it is extensively used at present as a leading construction material because of its durability, strength, reliability, low cost, easy availability, etc. അതായത് വളരെ പണ്ട് തന്നെ ഈ ബ്രിക്ക് വളരെ കൂടുതലായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയെങ്കിലും ഇപ്പോഴും ബിൽഡിംഗ് നിർമ്മാണത്തിന് ഈ പ്രസന്റ് കണ്ടീഷനിലും അത് വ്യാപകമായി നമ്മുടെ ബ്രിക്സുകള് അതായത് ഇഷ്ടികള് ഉപയോഗിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡ്യൂറബിലിറ്റി, അതിന്റെ പ്രധാനം അത് നന്നായിട്ട് ഈട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് നമ്മുടെ ബ്രിക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ട്രെങ്ത് നല്ല സ്ട്രോങ് ആണ്, അതുപോലെ റിലയബിൾ ആണ്, വില കുറവാണ്, അത് ഈസിലി അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ബ്രിക്ക് എന്ന് പറയുന്നത് ഈ പ്രസന്റ് കണ്ടീഷനിലും ധാരാളമായിട്ട് ഉപയോഗിച്ചു വരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ബ്രിക്ക്. ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ബ്രിക്ക്. ഒരു നല്ല ബ്രിക്കിന് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഒരു നല്ല ബ്രിക്കിന് ആവശ്യമായ ക്വാളിറ്റീസ് എന്തെല്ലാം ഗുണഗണങ്ങളാണ് ഒരു നല്ല ബ്രിക്കിന് വേണ്ടത് എന്ന് നോക്കാം. ഗുഡ് ബ്രിക്സ് ഷുഡ് possess the following qualities. First one, brick should be free from cracks, raps and with sharp and square edges. ബ്രിക്സിന് വിള്ളലുകൾ ഉണ്ടാകാൻ പാടില്ല, അത്
ചുളുങ്ങി പോകാൻ പാടില്ല, അതായത് വളഞ്ഞൊന്നും പോകാൻ പാടില്ല. അതുപോലെ അതിന് എന്ത് വേണം? നല്ല ഷാർപ്പും സ്ക്വയറുമായ എഡ്ജുകൾ വേണം. സെക്കൻഡ് വൺ, ബ്രിക്ക് ഷുഡ് ബി യൂണിഫോം ഇൻ സൈസ് ആൻഡ് ഷുഡ് ബി ഓഫ് സ്റ്റാൻഡേർഡ് സൈസ്. അതിന്റെ ഷേപ്പ് എന്തായിരിക്കണം? യൂണിഫോം ആയിരിക്കണം. ഇതിന്റെ ഷേപ്പ് യൂണിഫോം ആയിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ അളവ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിരിക്കണം. എല്ലായിടത്തും നിർമ്മിക്കുന്ന ഒരേ അളവിലായിരിക്കണം. വ്യത്യസ്ത സ്റ്റാൻഡേർഡുകൾ ആകാൻ പാടില്ല. ഒരേ സ്റ്റാൻഡേർഡിലായിരിക്കണം എന്ന് ബ്രിക്ക് നിർമ്മിക്കുന്നത്. അതായത് ഒരു നിർമ്മാണ കമ്പനിക്ക് അവർക്ക് ഇഷ്ടമുള്ള ഒരു അളവിൽ നിർമ്മിക്കാൻ പാടില്ല. മറ്റു നിർമ്മാണ കമ്പനികൾ, എല്ലാ കമ്പനികളും ഒരേ അളവിലായിരിക്കണം ബ്രിക്ക് നിർമ്മിക്കുന്നത്. സ്റ്റാൻഡേർഡ് സൈസ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ, ബ്രിക്ക് ഷുഡ് give clear ringing sound when struck with each other. Brick should give a clear ringing sound when struck with each other. രണ്ട് ബ്രിക്കുകൾ കൂട്ടിയിരിക്കുമ്പോൾ നല്ലൊരു ക്ലാരിറ്റി ഉള്ള, അല്ല ക്ലിയർ ആയിട്ടുള്ള റിംഗിങ് സൗണ്ട് അതിൽ നിന്ന് കേൾക്കണം നമുക്ക്. അപ്പോഴാണ് അത് നല്ല ബ്രിക്കാണെന്ന് പറയാൻ പറ്റുള്ളൂ. രണ്ട് ബ്രിക്കുകൾ കൂട്ടി ഇരിക്കുമ്പോൾ നല്ലൊരു റിംഗിങ് സൗണ്ട് വരികയാണെങ്കിൽ അതൊരു നല്ല ബ്രിക്കാണ്. ഓക്കെ. നെക്സ്റ്റ്, bricks when broken should show a bright homogeneous and compact structure free from voids. ബ്രിക്കിനെ നമ്മൾ പൊട്ടിക്കുക. ഒരു ബ്രിക്ക് എടുത്ത് നമ്മൾ പൊട്ടിക്കുമ്പോൾ അതിന്റെ പൊട്ടിച്ച ഭാഗം കാണുമ്പോൾ അതൊരു ഹോമോജിനിയസ് ആയിരിക്കണം, ഒരേപോലെയല്ല ആയിരിക്കണം. ഇപ്പം ബ്രിക്കിനെ നമ്മളിങ്ങനെ പൊട്ടിച്ചു. ഒരു ബ്രിക്കിനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ ബ്രിക്കിന്റെ ഈ പൊട്ടിയ പ്രതലം എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കണം, ഹോമോജിനിയസ് ആയിരിക്കണം. അതുപോലെ തന്നെ അതില് വോയിഡ്സ് ഉണ്ടാകാൻ പാടില്ല. അതില് വോയിഡ്സ് ഇങ്ങനെ ദ്വാരങ്ങൾ അല്ലെങ്കിൽ ഹോളുകൾ ഉണ്ടാകാൻ പാടില്ല. അത് ഫില്ലായിരിക്കണം. Brick should not absorb water more than 20% of its weight for first class bricks. Bricks first class, second class അങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ്, സെക്കൻഡ് ക്ലാസ് ബ്രിക്സ്. അങ്ങനെ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിന് 20% കൂടുതൽ, മോർ ദാൻ 20% ഓഫ് ഇറ്റ്സ് വെയിറ്റ് for first class bricks and 22% by weight for second class bricks. When soaked in cold water for a period of 24 hours. നമ്മള് 24 മണിക്കൂർ സമയം ബ്രിക്കിനെ തണുത്ത വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റിന്റെ 20% കൂടുതൽ വെള്ളം കുടിക്കാൻ പാടില്ല. ഏത്? ഫസ്റ്റ് ക്ലാസ് ബ്രിക്കുകളാണെങ്കിൽ. അതുപോലെ തന്നെ സെക്കൻഡ് ക്ലാസ് ബ്രിക്കുകളാണെങ്കിൽ 22%-ലധികം വെള്ളം കുടിക്കാൻ പാടില്ല. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ബ്രിക്ക് ഷുഡ് ബി സഫിഷ്യന്റ്ലി ഹാർഡ്. ഒരു ബ്രിക്ക് എന്ന് പറയുന്നത് നല്ല ഹാർഡായിരിക്കണം. സഫിഷ്യന്റ്ലി ആവശ്യത്തിനുള്ള ഹാർഡ്നെസ് ഇതിന് വേണം, ബ്രിക്സിന് വേണം. നോ ഇംപ്രഷൻ ഷുഡ് ബി ലെഫ്റ്റ് ഓൺ ബ്രിക്ക് സർഫസ് വെൻ ഇറ്റ് ഈസ് സ്ക്രാച്ച്ഡ് വിത്ത് ഫിംഗർ നെയിൽ. ബ്രിക്കിന്റെ മുകളിൽ നമ്മൾ നഖം കൊണ്ട് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതിന് മുകളിൽ എന്ത് വേണമെന്നില്ല, സ്ക്രാച്ച് വീഴാൻ പാടില്ല. നമ്മൾ നേരത്തോണ്ട് അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതിന് മുകളിൽ സ്ക്രാച്ച് വീഴാൻ പാടില്ല. അത്തരം ബ്രിക്കുകളാണ് നല്ല ബ്രിക്കുകൾ. ഓക്കെ. Bricks should not break when dropped flat on hard ground from a height of about 1 meter. അതായത് 1 മീറ്റർ ഉയരത്തിൽ നിന്നും നിരന്തര പ്രതലത്തിലേക്ക്, ഹാർഡായിട്ടുള്ള നിരന്തര പ്രതലത്തിലേക്ക് ഇങ്ങനെ പരന്നു വീഴുകയാണെങ്കിൽ ബ്രിക്ക് പൊട്ടാൻ പാടില്ല. മനസ്സിലായില്ലേ? അതായത് നല്ല ഹാർഡായ പ്രതലത്തിലേക്ക് ഒരു നിരന്ന
ഹാർഡുമായ പ്രതലത്തിലേക്ക് 1 മീറ്റർ ഹൈറ്റിൽ നിന്നും ബ്രിക്ക് വീണ് കഴിഞ്ഞാൽ, ബ്രിക്ക് ഇങ്ങനെ ലെവലായിട്ട് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല? ബ്രിക്ക് പൊട്ടാൻ പാടില്ല. എങ്കിൽ അതൊരു നല്ല ബ്രിക്കായിരിക്കും. ഓക്കെ. Bricks should have low thermal conductivity and they should be soundproof. ബ്രിക്ക് താപത്തെ നന്നായി കടത്തിവിടാൻ പാടില്ല. അതിന് തെർമൽ കണ്ടക്ടിവിറ്റി കുറവായിരിക്കണം. അതുപോലെ തന്നെ സൗണ്ട് പ്രൂഫ് ആയിരിക്കണം. സൗണ്ടിനെയും കടത്തിവിടാൻ പാടില്ല. ഓക്കെ. നെക്സ്റ്റ്, bricks when soaked in water for 24 hours should not show deposits of white salt when allowed to dry in shade. നമ്മുടെ ബ്രിക്കിനെ നേരത്തെ ചെയ്ത പോലെ 24 മണിക്കൂർ എന്ത് ചെയ്യുക? വെള്ളത്തിൽ മുക്കിയിടുക. 24 മണിക്കൂർ വെള്ളത്തിൽ മുക്കിയിട്ട് അത് നമ്മൾ എടുത്ത് തണലിൽ വെച്ച് ഉണക്കുമ്പോൾ അതിലെന്തുണ്ടാകാൻ പാടില്ല? സാൾട്ടിന്റെ വൈറ്റ് സാൾട്ട് അതിന് മുകളിൽ ഇങ്ങനെ വെള്ള കളറുകൾ വരാൻ പാടില്ല. വൈറ്റ് സാൾട്ടുകൾ പൊങ്ങി വരാൻ പാടില്ല. അത്തരം ബ്രിക്കുകളാണ് നല്ല ബ്രിക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ്, നോ ബ്രിക്ക് ഷുഡ് ഹാവ് ക്രഷിംഗ് സ്ട്രെങ്ത് ബിലോ 35 kg/cm². അതായത് ഒരു നല്ല ബ്രിക്കിന് അതിന്റെ ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 35 kg/cm² കുറയാൻ പാടില്ല. ബ്രിക്കിന് 35 kg/cm² കൂടുതലായിരിക്കും അതിന്റെ ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രയാണ് ഒരു നല്ല ബ്രിക്കിന്റെ ഗുണങ്ങൾ. ഓക്കെ. നെക്സ്റ്റ്, manufacture of bricks. Manufacture of bricks. Manufacture of bricks. The manufacture of bricks involves the following operations. താഴെ പറയുന്ന ഓപ്പറേഷനിലൂടെയാണ് ഒരു ബ്രിക്കിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ബ്രിക്കിന്റെ നിർമ്മാണത്തിന്റെ ഏതെല്ലാം ഓപ്പറേഷനുകളാണ് ഉള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, preparation of brick earth. Preparation of brick earth. Preparation of brick earth. ബ്രിക്ക് നിർമ്മിക്കാൻ ആവശ്യമായ മണ്ണ്, ക്ലേ, അതിന്റെ പ്രിപ്പറേഷൻ ആണ് ഫസ്റ്റ് വൺ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതിന്റെ പ്രിപ്പറേഷൻ ആണ്. അതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്ന് അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം? ക്വാറിങ് നടത്തി, പിന്നെ ട്രാൻസ്പോർട്ടിങ് നടത്തി നമ്മുടെ സ്ഥലത്തെത്തണം. അതിലെ വേസ്റ്റ് സാധനങ്ങളെല്ലാം കഴുകി ഫിൽട്ടർ ചെയ്ത് പൊടിച്ച് നൈസാക്കി ഒക്കെ ഈ ബ്രിക്കിന് ആവശ്യത്തിനായ എല്ലാ പ്രോസസ്സും ചെയ്തു വരുന്നതിനാണ് പ്രിപ്പറേഷൻ ഓഫ് ബ്രിക്ക് എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ മോൾഡിംഗ് ഓഫ് ബ്രിക്ക്. സെക്കൻഡ് വൺ, മോൾഡിംഗ് ഓഫ് ബ്രിക്ക്. മോൾഡിംഗ് ഓഫ് ബ്രിക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാൻഡേർഡ് സൈസ്, അതിന് ഷേപ്പ് ഒക്കെ ഉണ്ടാവുന്നു. അപ്പൊ സ്റ്റാൻഡേർഡ് ഷേപ്പും സൈസും ഉണ്ടാവണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു മോൾഡ് ഉണ്ടാവും. ബ്രിക്ക് നിർമ്മിക്കാനുള്ളൊരു മോൾഡ് ഉണ്ടാവും. ആ മോൾഡിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിപ്പറേഷൻ കഴിഞ്ഞ ക്ലേയെ, ആവശ്യമായ വെള്ളമൊക്കെ ചേർത്തുള്ള പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. ആ കഴിഞ്ഞ ക്ലേ എന്ത് ചെയ്യാം? ഈ മോൾഡിലേക്ക് നിറയ്ക്കും. ഇങ്ങനെ മോൾഡിലേക്ക് നിറച്ച് അതിൽ നിന്നും ആ മോൾഡ് റിമൂവ് ചെയ്ത് വെക്കും. അങ്ങനെയാണ്, അതിനെയാണ് മോൾഡിംഗ് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത്. ആ ക്ലേ ഉപയോഗിച്ചിട്ട് നിശ്ചിത മോൾഡിലേക്ക് ക്ലേ ഉപയോഗിച്ചിട്ട് അതിന്റെ ഷേപ്പ് വരുത്തുന്നതിനെയാണ് മോൾഡിംഗ് ഓഫ് ബ്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. തേർഡ് വൺ, ഡ്രൈയിങ് ഓഫ് മോൾഡ് ബ്രിക്ക്. ഡ്രൈയിങ് of molded brick.
നമ്മൾ നേരത്തെ ഇവിടെ മോൾഡ് ചെയ്തു, പെട്ടി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മോൾഡ് ഉപയോഗിച്ചിട്ട് അതിനെ ബ്രിക്കിനെ മോൾഡ് ചെയ്തു. ആ മോൾഡ് ചെയ്ത ബ്രിക്കിനെ നമ്മൾ ഉണക്കാൻ പറ്റണം, അതിന് ഉണങ്ങണം. അത് ഉണക്കുന്ന പ്രോസസ്സിനെയാണ് ഡ്രൈയിങ് ഓഫ് മോൾഡ് ബ്രിക്ക് എന്ന് പറയുന്നത്. അത് വെയിലത്ത് വെച്ചിട്ടൊക്കെ ഉണക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്രിക്ക് ഉണ്ടാക്കുന്ന മുറിക്കുന്നത് തന്നെ ചിലപ്പോൾ അധികം വെയിലത്ത് വെച്ചിട്ടാണ് മുറിക്കുന്നത്. അങ്ങനെ വെയിലത്ത് വെച്ചിട്ട് അവിടെ ഇങ്ങനെ നിന്നിട്ട് അത് ഉണങ്ങും. അത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് ആണ് നെക്സ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ബേണിംഗ് ഓഫ് ഡ്രൈഡ് ബ്രിക്സ്. ബേണിംഗ് ഓഫ് ഡ്രൈഡ്, ഉണങ്ങിക്കഴിഞ്ഞാൽ ബ്രിക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബേൺ ചെയ്യുന്നു, ചുടുന്നു. ബേണിംഗ് ഓഫ് ഡ്രൈഡ് ബ്രിക്സ്. അപ്പൊ നമ്മള് ഈ ഉണങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ മോൾഡ് ചെയ്ത് അതിനെ ഉണക്കി കഴിഞ്ഞു. ആ ഉണക്കി കഴിഞ്ഞ ബ്രിക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നന്നായിട്ട് ബേൺ ചെയ്യുന്നു. അല്ല ചൂള വെച്ചിട്ട്, ആ ചൂളയിൽ വെച്ചിട്ട് നന്നായിട്ട് കത്തിച്ച് അതിനെ നന്നായിട്ട് ബേൺ ചെയ്യുന്നു. അങ്ങനെ ഓക്കെ, അങ്ങനെ ചുട്ട് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആ ബ്രിക്ക് യഥാർത്ഥത്തില് എന്തായി മാറുന്നത്? സ്ട്രോങ് ബ്രിക്കായിട്ട് മാറുന്നത്. ഇത്രയും പ്രോസസ്സിലൂടെയാണ് ഒരു ബ്രിക്ക് നിർമ്മിക്കുന്നത്. ഫസ്റ്റ് വൺ, പ്രിപ്പറേഷൻ ഓഫ് ബ്രിക്ക് എർത്ത്. ബ്രിക്ക് എർത്ത് മീൻസ് ക്ലേ. പ്രിപ്പറേഷൻ ഓഫ് ബ്രിക്ക് എർത്ത്, മോൾഡിംഗ് ഓഫ് ബ്രിക്ക്, ഡ്രൈയിങ് ഓഫ് മോൾഡ് ബ്രിക്ക്. ഇവിടെ മോൾഡ് ചെയ്ത ബ്രിക്കിനെ ഡ്രൈ ചെയ്യുന്നു. ബേണിംഗ് ഓഫ് ഡ്രൈഡ് ബ്രിക്ക്, നമ്മളിവിടെ ഡ്രൈ ചെയ്ത ബ്രിക്കിനെ ഇവിടെ ബേൺ ചെയ്യുന്നു. അങ്ങനെ 4 പ്രോസസ്സിലൂടെയാണ് ബ്രിക്ക് നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സൈസ് ഓഫ് ബ്രിക്ക്. സൈസ് ഓഫ് ബ്രിക്ക് according to BIS. According to BIS, that is Bureau of Indian Standards. Bureau of Indian Standards. BIS has recommended the following standard dimensions of a burned brick. That is length of the brick is equal to 190 millimeter, and width of the brick is equal to 90 millimeter, and thickness of the brick is equal to 90 millimeter. The length of the brick 190 millimeter, width of the brick 90 millimeter, and thickness of the brick is 90 mm. Okay, weight of the brick will be about 3 kg to 3.5 kg. Weight of the brick will be about 3 to 3.5 kg. Locally and conventionally made bricks have different sizes and weight. അതായത് സാധാരണയായിട്ട് ലോക്കലായിട്ട് നിർമ്മിക്കുന്ന ബ്രിക്കുകൾ BIS ചിലപ്പോൾ ഫോളോ ചെയ്യണം എന്നില്ല. അപ്പോൾ അത് അളവുകൾ മാറാം. എങ്കിലും ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടാണ് ബ്രിക്കുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാതിരുന്നാൽ നമുക്ക് വീടുകൾക്കൊക്കെ അത് പടവിന്, സ്ട്രക്ചറുകളുടെ പടവിനെല്ലാം അത് പ്രയാസം തരുന്നതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ടാണ് എല്ലാ ബ്രിക്കുകളും നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബ്രിക്കിന്റെ സൈസ് എന്ന് പറയുന്നത്. ലെങ്ത് is equal to 190 mm, width is equal to 90 mm, and thickness is equal to 90 mm. The weight approximately 3 kg to 3.5 kg. Okay.